JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. 2025 വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ കറക്റ്റ്? സാമ്പത്തിക അക്കൗണ്ടിംഗ് തത്വങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് ഈ സാമ്പത്തിക അക്കൗണ്ടിംഗ് തത്വങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഈ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 പ്രസ്താവനകൾ നോക്കുക. അതിനുശേഷം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യത്തിന് വേണ്ടി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയാണ് ശരിയെന്നൊന്ന് വായിച്ചു നോക്കിയേ. നോക്കിയോ ഏതൊക്കെയാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? only 1 and 2 are correct. അതായത് ഒന്നാമത്തെ എന്താണ്? the accrual concept requires that revenue and expenses be recorded when they are incurred, not when cash is received or paid. അതായത് accrual concept അനുസരിച്ച് വരുമാനവും ചെലവും അവ സംഭവിക്കുമ്പോൾ രേഖപ്പെടുത്തണം, പണം സ്വീകരിക്കുമ്പോഴോ നൽകുമ്പോഴോ അല്ല. അതായത് ഈ 4 സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന അക്രൂവൽ കൺസെപ്റ്റ് അനുസരിച്ച് വരുമാനവും ചെലവും അവസാനിക്കുമ്പോൾ അവ സംഭവിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തണം, പണം സ്വീകരിക്കുമ്പോഴോ നൽകുമ്പോഴോ അല്ല. രണ്ടാമത്തെ എന്താണ്? ദ മാച്ചിങ് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ദാറ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ സെയിം അക്കൗണ്ടിംഗ് പീരീഡ് ആസ് ദ റവന്യൂ. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട ചെലവുകള് വരുമാനത്തിന്റെ അതേ അക്കൗണ്ടിംഗ് കാലയളവിൽ തന്നെ തിരിച്ചറിയപ്പെടുന്നു എന്ന് പൊരുത്തപ്പെടുത്തൽ തത്വം ഉറപ്പാക്കുന്നു. അങ്ങനെ ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് സാമ്പത്തിക അക്കൗണ്ടിംഗ് തത്വങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. only 1 and 2 are correct. അടുത്ത ചോദ്യം. രവി എ സോൾ ട്രേഡർ prepared his trading and profit and loss account for the year but forgot to adjust for outstanding salaries of 10,000 and depreciation of machinery of 5,000. What will be the impact on his net profit if these adjustments are not made? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു ഏക വ്യാപാരിയായ രവി തന്റെ വർഷത്തേക്കുള്ള ട്രേഡിംഗ് ലാഭനഷ്ട അക്കൗണ്ട് തയ്യാറാക്കി. പക്ഷേ 10,000 രൂപയുടെ കുടിശ്ശിക ശമ്പളത്തിനും 5,000 രൂപയുടെ യന്ത്രങ്ങളുടെ മൂല്യത്തകർച്ചയ്ക്കും ക്രമീകരിക്കാൻ വേണ്ടി മറന്നുപോയി. ഈ ക്രമീകരണങ്ങൾ വരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറ്റാദായത്തില് എന്ത് പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാവുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? the net profit will be overstated by 15,000 അല്ലെ? അറ്റാദായം 10,000 കൂടുതലായി കാണിക്കും. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അറ്റാദായം 15,000 കൂടുതലായി കാണിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, വളരെ അധികം വിഷമമുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം. എ കമ്പനി XYZ ലിമിറ്റഡ് purchased machinery on January 1, 2023 for 10 lakh. The accountant expensed the entire amount in the profit and loss account for 2023 instead of capitalizing it. Which accounting concept has been violated? അതായത് XYZ ലിമിറ്റഡ് എന്ന കമ്പനി 2023 ജനുവരി 1 10 ലക്ഷത്തിന് യന്ത്രങ്ങൾ വാങ്ങി. 2023 ലാഭനഷ്ട അക്കൗണ്ടിലെ മുഴുവൻ തുകയും മൂലധനമാക്കുന്നതിന് പകരം അക്കൗണ്ടന്റ് അത് ചെലവഴിച്ചു.
ഏത് അക്കൗണ്ടിങ് ആശയമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്? ഏത് അക്കൗണ്ടിങ് ആശയമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്? ഗോയിങ് ഓൺ കൺസെപ്റ്റ് ആണോ, മാച്ചിങ് കൺസെപ്റ്റ് ആണോ, മെറ്റേണിറ്റി കൺസെപ്റ്റ് ആണോ, കോസ്റ്റ് കൺസെപ്റ്റ് ആണോ? ഏത് അക്കൗണ്ടിങ് ആശയമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്? മാച്ചിങ് കൺസെപ്റ്റ് എന്ന അക്കൗണ്ടിങ് ആശയമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, assertion. When a new partner is admitted, the existing goodwill of the firm is adjusted among the old partners. Reason: the new partner is required to compensate the old partners for their share of goodwill. ഇവിടെ വാദവും അതിന്റെ കാരണവുമാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട രീതി, വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം വാദം എന്താണ്? ഒരു പുതിയ പങ്കാളിയെ പ്രവേശിപ്പിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ നിലവിലുള്ള ഗുഡ്വില് പഴയ പങ്കാളികൾക്ക് ഇടയിൽ ക്രമീകരിക്കപ്പെടുന്നു. അതിന്റെ കാരണം റീസൺ ആറാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പങ്കാളി പഴയ പങ്കാളികൾക്ക് അവരുടെ ഗുഡ്വിൽ വിഹിതത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസേഷനും റീസണുമാണ്. എന്താണ് ഇതിന്റെ 4 ഓപ്ഷനകത്ത് ശരി ഉത്തരം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? നൽകേണ്ടതുണ്ടോ? ഏതാണ് ശരി ഉത്തരം? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്. അതായത് അഡ്ജഷനും റിസേഷനും കറക്റ്റ് ആണ്. ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ആറ് റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അസേർഷന്റെ, അല്ലെ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ആർ കറക്റ്റ്? അതായത് കൺസൈൻമെന്റ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്, അല്ലെ? അതിൻ്റെ അകത്ത് കൺസൈൻമെന്റ് അക്കൗണ്ടിനെ കുറിച്ചുള്ള പ്രസ്താവനകളിലാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1, 2 ആൻഡ് 4 ഉള്ളി. അതായത് ഒന്നാമത്തെ എന്താണ്? ദ കൺസൈനർ റെക്കോർഡ്സ് ദ ഗുഡ്സ് അറ്റ് കോസ്റ്റ് ഓർ ഇൻവോയ്സ് പ്രൈസ് ഇൻ ദ ബുക്സ്. അതായത് കൺസൈനർ സാധനങ്ങൾ വിലയിലോ ഇൻവോയ്സ് വിലയിലോ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അത് ശരിയായ കാര്യമാണ്, അല്ലേ? അടുത്ത്, അബ്നോർമൽ ലോസ് ഈസ് ക്രെഡിറ്റഡ് ടു ദ കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു ദ അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അതായത് അസാധാരണമായ നഷ്ടം കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും അസാധാരണ നഷ്ട അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതും ശരിയാണ്, അല്ലെ? അടുത്ത്, നാലാമത്തെ എന്താണ്? ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഈസ് given to the consignee for bearing credit risk. അതായത് ക്രെഡിറ്റ് റിസ്ക് വഹിക്കുന്നതിനായി ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ കൺസൈനിക്ക് നൽകുന്നു. അപ്പോൾ ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013 which of the following is not a part of the company's final accounts? അതായത് 2013 കമ്പനി ആക്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് കമ്പനിയുടെ അന്തിമ അക്കൗണ്ടുകളുടെ ഭാഗമല്ലാത്തത്? ഏതാണ് കമ്പനികളുടെ അന്തിമ അക്കൗണ്ടുകളുടെ ഭാഗമല്ലാത്തത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഏതാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഭാഗമല്ലാത്തത്. അടുത്ത ചോദ്യം, അസേർഷനും റീസണും. അസേർഷൻ, എ ഫേം വിത്ത് എ ഹൈ ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് കൺസിഡേർഡ് ഹൈലി ലിവറേജ്ഡ്. എന്താണ് വാദം? ഉയർന്ന കടം ഇക്വിറ്റി അനുപാതമുള്ള ഒരു സ്ഥാപനത്തെ ഉയർന്ന ലിവറേജ് ഉള്ളതായി കണക്കാക്കുന്നു. അതിന്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. റീസൺ ആർ, a high debt equity ratio indicates a higher proportion of the equity financing in the capital structure. എന്താണ് റീസൺ? കാരണം ആർ എന്താണ്? ഉയർന്ന കടം ഇക്വിറ്റി അനുപാതം മൂലധന ഘടനയിൽ ഇക്വിറ്റി ധനസഹായത്തിന്റെ ഉയർന്ന അനുപാതത്തെ
സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് ശരിയായിട്ടുള്ളതെന്ന്. ഓപ്ഷൻ സി ആണല്ലേ, എ ഈസ് കറക്റ്റ്. അസേർഷൻ എ ഈസ് കറക്റ്റ് ആണ്, ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. അസേർഷൻ വാദം ശരിയാണ്, പക്ഷേ റീസൺ ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. അടുത്ത ചോദ്യം, which of the following methods is most commonly used for calculating the cost of equity? KE, അതായത് ഇക്വിറ്റി ചെലവ് കണക്കാക്കാൻ ഇനി പറയുന്ന രീതികളിൽ ഏതാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? ഏതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, CAPM ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, which inventory valuation method is not allowed under IFRS? which inventory valuation method is not allowed under IFRS? അതായത് IFRSന് കീഴിൽ ഏത് ഇൻവെന്ററി മൂല്യനിർണ്ണയ രീതി അനുവദനീയമല്ല? ഏതാണ് അനുവദനീയമല്ലാത്തത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? LIFO ആണ് അല്ലേ. LIFO ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, a company announces a 2-for-1 stock split. What will be the effect on its market capitalization, assuming no other external factors influence the stock price? അതായത് ഒരു കമ്പനി 2-1 എന്ന നിരക്കിൽ ഓഹരി വിഭജനം പ്രഖ്യാപിക്കുന്നു. മറ്റ് ബാഹ്യ ഘടകങ്ങളൊന്നും സ്റ്റോക്ക് വിലയെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വിപണി മൂലധനവൽക്കരണത്തിൽ എന്ത് ഫലമുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ഫലമുണ്ടാകും? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് ഒരു കമ്പനി 2-1 നിരക്കിൽ ഓഹരി വിഭജനം പ്രഖ്യാപിക്കുന്നു. മറ്റ് ബാഹ്യ ഘടകങ്ങളൊന്നും സ്റ്റോക്ക് വിലയിൽ സ്വാധീനിക്കുന്നില്ലെങ്കിൽ അതിന്റെ വിപണി മൂലധനവൽക്കരണത്തിൽ എന്ത് ഫലം ഉണ്ടാകും? ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.